போனுடைய முழு வீடியோ மற்றும் தொலைபேசி எண் வேண்டுமா? உடனே இப்ப நீங்க பார்த்த இந்த வீடியோ கீழே இருக்கிற இந்த பொம்மையின் கை விரலை தொடுங்க. போதும், முழு வீடியோ ஃபோன் நம்பர் கிடைக்கும். நீங்க சொல்லுங்க. അല്ല ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ വരണം 10 വർഷമായതേക്കാണ് ഇത് 38.5 ഇഞ്ച് വണ്ണമുണ്ട്. 38 ഇഞ്ച് വണ്ണമുണ്ട്. ഒരു 40 അടി ഹൈറ്റും ഉണ്ട്. സ്ട്രേറ്റേ പോവാം. വേറെ ഒരെണ്ണമാണെന്ന് കാണിക്കാം. ഹായ് ഒന്ന് പിടിച്ചേ. ഹായ്. inches. 43 ഇഞ്ച്. അത് 10 years. ഇതിനെന്ന് വെച്ചാൽ എനിക്ക് ഇത് കറക്റ്റ് സ്പേസിങ് ആയിരിക്കും. എനിക്കറിയത്തില്ലായിരുന്നു ആദ്യമേ ടൈമിൽ 15 അടി എങ്കിലും മിനിമം ഗ്രോത്ത് സ്പേസിങ് വേണമെന്നുള്ള കാര്യം. സ്പേസിങ് കറക്റ്റാണ് എങ്കിൽ ഈ പറയുന്ന യൂണിഫോം ഗ്രോത്ത് നമുക്ക് കിട്ടും. സ്ട്രേറ്റ് പോവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. സൈഡ് മരം കട്ട് ചെയ്ത് കോറിൻ്റെ ബ്രാഞ്ചസ് കട്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇതിന് തന്നെ ഉണങ്ങി പ്രായമാകുന്നതനുസരിച്ച് തന്നെ ഉണങ്ങി താഴേക്ക് പോയിക്കോളും. இப்போ அந்த மரம் வளர்றதுக்கு காரணம் வந்து நீங்கள் சரியாக இது வைக்கல, அளவு வைக்கல. അളവ് കറക്റ്റ് ആയിരിക്കണം. സ്പേസിങ് 15 അടിയാകും. പിന്നെ മനൂർ ഇട്ട് കൊടുക്കണം. അതായത് ഫസ്റ്റ് ടൈം 3 വർഷത്തെ പ്രിലിമിനറി സ്റ്റേജാണ്. ആ ടൈമിൽ നമുക്ക് മഴയുള്ള ടൈമിൽ അതായത് ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും വളം ഫെർട്ടിലൈസർ ചെയ്യുക. ഇനി നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുന്നത് ബെറ്റർ, നല്ലത് തന്നെ. ട്രിപ്പ് ഇറിഗേഷൻ നല്ലത് തന്നെ. കാരണം മഴ കുറവാണല്ലോ. കേരളത്തിലെ പോലെ മഴ അവിടെ ഇല്ല. അതുകൊണ്ട് ട്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുമ്പോൾ അതിൽ കൂടെ തന്നെ നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കുകയും ചെയ്യാമല്ലോ. എൻ്റെ തമിഴ്നാട്ടിൽ മേടിച്ച് കേരളത്തിലെ പോപ്സ് ഗ്രൂപ്പ്, തിരുവല്ലയിലുള്ള പോപ്സ് ഗ്രൂപ്പ് ഇവിടെ കൊടൈക്കനാലിലെ താഴെ ഒരു മാവുന്തോട്ടത്തിന് ബോർഡറിൽ കൂടെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അത് എല്ലാം ഒരേപോലെ വളരുന്നുണ്ട്. അത് നമുക്ക് ഞാൻ വീഡിയോ കാണിക്കാം. അപ്പോൾ അത് മനസ്സിലാവുക ഏതാണ്ട്. ഇതെന്ന് പറയുന്നത് 7 years ഏജ്. ഇതിൻ്റെ ഗ്രോത്ത് നമുക്ക് നോക്കാം. കട്ട് ചെയ്ത് നീളം കൂടുതലല്ലേ ഇതിൽ. ഒന്നുകൂടെ പറയാം ഞാൻ. ഇതെന്ന് പറയുന്നത് 7 years. ഓക്കെ, ഇങ്ങോട്ട് ഇറങ്ങുന്നത് കട്ട് ചെയ്താൽ 27. ഇതെവിടെ എടുക്കാം. വാ, വേഗം എടുക്കണേ, ടൈം കളയരുത്. സെയിം 27. അതുകൂടെ എടുക്കാം. വാ,